ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നത്തിങ് സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ്. നത്തിങ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഇയർഫോൺ ആയിരുന്നു, ഒരു വയർലെസ് ഇയർഫോൺ. അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നത്തിങ് ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നത്തിങ് സ്മാർട്ട് ഫോണിനെ പറ്റി ഒരുപാട് റൂമേഴ്സും ലീക്കും ഒക്കെ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നത്തിങ് അവരുടെ ഒഫീഷ്യൽ ഗ്ലോബൽ ലോഞ്ച് വെച്ചിരിക്കുന്നത് ജൂലൈ 12 ഇപ്പോൾ ജൂലൈ 12 തന്നെ നമുക്ക് കൺഫേർഡ് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ കൺഫേംഡ് ആണ്, കുറച്ച് ലീക്കും റൂമറും ഒക്കെയാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നത്തിങ് സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ ഒരു നമ്മുടെ ഇയർഫോണിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ് ബാക്കിൽ വരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ബെസെല്ലസ് ഡിസ്പ്ലേ ആയിരിക്കും, സെൻട്രൽ ഹോൾ ക്യാമറ ആയിരിക്കും വരുന്നത്, എമോൾഡ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് വരുന്ന സമയത്ത് ഇതുവരെ പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കൺഫർമേഷൻസും വന്നിട്ടില്ല. ഒരു കാര്യം കൺഫേംഡ് ആണ്, ക്വാൾകം സ്നാപ്ഡ്രാഗൺ എന്ന പ്രൊസസ്സറാണ് വരുന്നത്. പക്ഷേ ഏതാണെന്ന് കൺഫേം ആയിട്ടില്ല. 8 Gen 1 എന്ന് പറയുന്ന പ്രൊസസ്സർ വരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനൊരു ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇനി 8+ Gen 1 വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വളരെയധികം കൂടിപ്പോകും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 7 Gen 1 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അപ്പോൾ ഈ 7 Gen 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 700 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു പ്രൊസസ്സറാണ്. അപ്പോൾ 8 Gen 1 തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊസസ്സർ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില ഏകദേശം ഒരു 30,000 to 40,000 ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പോകും. ഇനി ഇതിൽ വരുന്ന വോയിസ് എന്ന് പറയുന്നത് നത്തിങ് വോയിസ് ആണ്. നത്തിങ് വോയിസ് എന്ന് പറയുന്നത് ഒരു പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്ന ഒരു വോയിസ് ആയിരിക്കും. ഇതിൽ ബ്രോഡ് വോയിസും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഇവർ കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതേപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ലേക്സും റൂമേഴ്സും ആയിട്ട് വന്നിട്ടുള്ള ഇമേജസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ ബാക്കിലൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഏത് സ്പെസിഫിക്കേഷൻ ആണ് വരുന്നതെന്നൊന്നും കൺഫേം ആയിട്ടില്ല. സോണി ആയിരിക്കും ഇവർക്ക് ക്യാമറ നിർമ്മിച്ച് കൊടുക്കുന്നതെന്ന് നമുക്ക് ചെറിയൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതിൽ വരുന്ന ബാറ്ററി 4500 mAh ആയിരിക്കും. അതേപോലെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ഡിവൈസ് കൂടിയായിരിക്കും ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നത്തിങ് സ്മാർട്ട് ഫോണിനെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.